2017 തുടങ്ങിയ ഒരു കേസ് 2025 ഡിസംബർ 8 അവസാനിച്ചു. ഇനി അപ്പീലുമായൊക്കെ പലരും പലയിടത്തും പോകണു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 7 മുതൽ 11 വരെയുള്ള പ്രതികൾ, 8ാം പ്രതിയാണ് ദിലീപിനെ വെറുതെ വിട്ടു. മീഡിയ മലയാളം ഇത് ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പ് അടിച്ചത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ കേസ് പഠിച്ച എല്ലാവർക്കും മനസ്സിലാവും ദിലീപിനെ വെറുതെ വിടുമെന്നുള്ളത്. ഇതൊന്നുമല്ല ചോദ്യം. ഒരു ചാനല് ഈ 2017 മുതൽ 2025 വരെ ഈ നടനെ ക്രൂശിക്കേണ്ടതിൻ്റെ അങ്ങറ്റം ക്രൂശിച്ചു, തേജോവധം ചെയ്തു. അയാൾ ആത്മഹത്യ ചെയ്യാതിരുന്നത് അയാളുടെ മനക്കരുത്തുകൊണ്ട് മാത്രമായിരിക്കണം. ഇപ്പോൾ അയാളെ വെറുതെ വിടുമ്പോൾ ഈ പറഞ്ഞ പറയോട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ചാനലിനോട് ഇപ്പോഴും അതിൻ്റെ അകത്തിരുന്ന് വിടുവായിത്തം വിളമ്പുന്ന ചില ആളുകളോടും എന്താണ് സാറിന് പറയാനുള്ളത്? പ്രേക്ഷകർക്ക് അതൊരു ആഗ്രഹമുണ്ട്. കാരണം ഇങ്ങനെ നുണക്കഥകൾ പറഞ്ഞു വിട്ടുകൊണ്ട്, ഇങ്ങനെ അശ്ലീല കഥകൾ പറഞ്ഞു വിട്ടുകൊണ്ട്, ഇല്ലാ കഥകൾ പറഞ്ഞു വിട്ടുകൊണ്ട് റേറ്റിംഗ് കൂട്ടാനായി എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്ന ഇത്തരം ചാനലുകളെ പൂട്ടേണ്ടതിൻ്റെ സമയം അതിക്രമിച്ചില്ലേ, സ്വയം ആകുന്നവരെ? തീർച്ചയായിട്ടും ഈ മാധ്യമ പ്രവർത്തനം പണം വാങ്ങിക്കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്ന രീതി റിപ്പോർട്ടർ ചാനലിൽ വളരെ ദീർഘമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതായത് നേരത്തെ ഈ അല്ലെങ്കിൽ ഇതുപോലെ ചാനലുകൾ സ്വകാര്യ മേഖലയിൽ പോകുമ്പോൾ ഉള്ള ഒരു അപകടത്തെപ്പറ്റി പണ്ട് CPM നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സ്വകാര്യ മേഖലയിൽ പോയാൽ വലിയ അപകടമാണ്. രാജ്യത്ത് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ സത്യസന്ധമല്ലാത്ത വാർത്തകൾ ഉണ്ടാക്കി രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഇത് സാധ്യമാകുമെന്ന് പറഞ്ഞു. റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിയാരായിരുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ കള്ളപ്പ ഇടപാടുകളും മറ്റ് രീതിയിലുള്ള ഇടപാടുകളും അല്ലെങ്കിൽ മുട്ടിൽ മരമുറി മാത്രം നോക്കിയാൽ മതി. ഇതിൻ്റെ പ്രതികളാണല്ലോ അതിൻ്റെ ആൾക്കാർ. അവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ ആ ചാനലിനകത്ത് പലതും നടക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടതാണല്ലോ മുട്ടിൽ മരമുറി കേസിനകത്ത് അവർ പ്രതിയാണെന്ന് കണ്ട് സത്യസന്ധമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ എവിടെ നിന്നോ കണ്ടെത്തിയ ഒരു സ്ത്രീയെ പെണ്ണ് കേസിൽ SP ഉൾപ്പെടെ DYSP ഉൾപ്പെടെ CA ഉൾപ്പെടെ ഉള്ളവരെ ബലാത്സംഗം ചെയ്തെന്ന് അവരെ കൊണ്ട് പറയിച്ച് വാർത്ത വിട്ടു. മറ്റ് ചാനലുകൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇവരോടുള്ള മത്സരബുദ്ധി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ പുറകെ പോയത് കൊണ്ടും അത് അന്വേഷിച്ചത് കൊണ്ടുമാണല്ലോ സത്യാവസ്ഥ വെളിയിൽ വന്നത്. ഇതുപോലത്തുള്ള വാർത്തകളാണ് ഇവർ ചമയ്ക്കുന്നത്. ഈ പറയുന്ന ദിലീപിൻ്റെ കേസ് നമ്മൾ ആദ്യം തൊട്ടേ നോക്കുമ്പോൾ ഈ ദിലീപിൻ്റെ കേസിനകത്ത് വളരെ നിഗൂഢമായിട്ട് തന്നെ നടന്നൊരു സംഭവമാണ്. ഈ പൾസർ സുനി ഇവൻ ക്രിമിനലാണ്. ഈ പൾസർ സുനി ഇതിനു മുമ്പും ഈ സിനിമാ മേഖലയിൽ പല സ്ത്രീകളെയും ഇതേ രീതിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്തി കോടികൾ മേടിച്ചിട്ടുള്ള കേസുകളുണ്ട്. അതൊന്നും വെളി വന്നിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്ക് തന്നെ അറിയാം, തിരുവല്ലക്കാരി ഒരു പ്രധാനപ്പെട്ട നടി ഇപ്പം വളരെ വലിയ മദ്യപാനിയായിട്ട് ഇപ്പം ഇന്ത്യയിലെങ്കിലും ഇല്ല, വെളിയിലാണ് സിനിമയൊക്കെ നിർത്തി വെളിയിൽ പോകുന്നുണ്ട്. ഈ കുട്ടിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നാണ് സിനിമാ മേഖലയിലുള്ളവർക്കറിയാം. ഇതാണ് ഇവൻ്റെ പണി. ഇത് കഴിഞ്ഞു ഇവളെ ഇവൻ നോട്ടം വെച്ചിരുന്നു. ഒരുപക്ഷെ ഈ സംഭവം ഇങ്ങനെ നടന്നതിന് ശേഷം ഇത് നോക്കിയപ്പോൾ ആരുടെങ്കിലും പുറത്ത് ചാരണ്ടേ? നല്ല അവസരം. ആരാ? ദിലീപ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിൽ നടനെന്നുള്ള രീതിയിൽ, പ്രൊഡ്യൂസർ എന്ന രീതിയിൽ, തിയേറ്റർ ഉടമ എന്നുള്ള എല്ലാ സംഘടനയിലെ നേതാവും ഒരു വലിയൊരു വ്യവസായത്തെ മൊത്തത്തിൽ നിയന്ത്രിക്കുന്ന ഒരാൾ. സഹിക്കൂ? സിനിമാ വ്യവസായത്തെ മൊത്തത്തിൽ ദിലീപ് വിചാരിക്കുന്നതേ നടക്കത്തുള്ളൂ. ദിലീപിൻ്റെ കയ്യിലായത് അയാൾക്ക് എന്തോ അതിനുള്ള ഒരു യോഗം വന്നു. അപ്പോൾ അയാളെ തകർക്കാൻ ഇതിൻ്റെ അപ്പുറത്തുള്ള ഒരു ലോബി, അതിനകത്ത് മട്ടാഞ്ചേരി മാഫിയ ഉൾപ്പെടെയുള്ള കോടികൾ കൊണ്ട് നിന്നിട്ട് നടക്കാത്തൊരവസരത്തിൽ ഒരവസരം കിട്ടിയപ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിച്ചെന്ന് പറയുന്നതിന് ചുമ്മാ അങ്ങ് പറയുന്നതല്ല. ഇപ്പോഴും തേങ്ങുമല്ലേ ദിലീപ്? ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല, അപ്പീലിനു ദിലീപിനെ ശിക്ഷിക്കപ്പെട്ട് എത്ര പേരാ അതിനകത്ത് സ്റ്റാർ ആയത് ദിലീപിൻ്റെ കെയർ ഓഫിൽ. നമ്മൾ മനസ്സിലായി, ഞാൻ ചെന്ന് പറഞ്ഞാലും ഞാൻ സ്റ്റാറാണ് ആളെ. കാരണം ഇതുപോലുള്ള ചാനലുകൾ വന്നു എൻ്റെ ദിലീപിനെതിരെ പറഞ്ഞാൽ മതി, അതങ്ങ് അതിലേറ്റ് അപ്പോൾ ലാമത്തോറി. ഇതുപോലെ എത്ര പേര് സ്റ്റാറായി, എത്ര പേര് കോടീശ്വരന്മാരായി ദിലീപിനെതിരെ കേസിൻ്റെ പുറകിൽ നിന്ന്. അപ്പോൾ ഇതിനകത്തുനിന്ന് ആദ്യം തൊട്ടേ പരീക്ഷ ദിലീപ് മോശമാണ്. ദിലീപ് അറിയാമല്ലോ, ദിലീപിന് ഈ കേസിനകത്ത് വരുന്നതിന് അല്ലെങ്കിൽ അകത്ത് പോകുന്നതിന് മുമ്പ് ദിലീപിൻ്റെ ഒരു സ്റ്റാൻഡ്, ഒന്നാന്തരം നടൻ, സമ്പത്തിന് എവിടെ കുറവ്? ഒരു കുഴപ്പമില്ല. ഇങ്ങനെ നിന്ന ഒരു നടൻ അല്ലെങ്കിൽ ഇതിനകത്ത് ഇയാൾ ജയിച്ചതാണെങ്കിൽ അയാളിന് കരുതലോടുകൂടിയല്ലേ നടന്നിരിക്കത്തുള്ളൂ. പോലീസ് അങ്ങോട്ട് വിളിക്കുമ്പോൾ ചുമ്മാ കയറി കൊടുക്കും. പോലീസ് വിളിക്കുമ്പോഴേക്ക് അറിയാമല്ലോ, ഏതാണ്ട് മനസ്സിലാക്കിയിട്ട് വിളിക്കുക. അങ്ങനെ കയറി കൊടുത്താൽ നമ്മൾ തെളിവുകളൊക്കെ കടയിൽ കാണും, അകത്താവും. അങ്ങനെ പോലീസ് വിളിക്കുമ്പോൾ ചെന്നെങ്കിൽ ചുമ്മാതെ ഒരു പ്രതിയായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ളവൻ, ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളവൻ വിശ്വസിച്ച് എൻ്റെ
കുഴപ്പമുണ്ടെങ്കിൽ അങ്ങനെ ചെന്ന് കയറി കൊടുക്കും. ഇത്ര വലിയൊരു കേസിൽ കാരണം ജാമ്യം പോലും കിട്ടാത്ത കേസാ, അത്രത്തെ വലിയൊരു കേസാ. പോലീസ് വിളിച്ചപ്പോൾ ദിലീപ് എന്നല്ലോ. ദിലീപിനെ ആരാ വിളിച്ച്? സന്ധ്യ എന്ന് പറയുന്ന DGP, പെൻഷൻ പറ്റി അറിയാമല്ലോ, വനിതാ DGP, ഇവരാ വിളിച്ച്. ഇവർ ഈ കേസിനകത്ത് അന്വേഷണത്തിനകത്ത് അല്ലെങ്കിൽ ആ രൂപീകരിച്ച നമ്മൾ ഈ ദിലീപിന്റെ കേസ് അന്വേഷണ ലിസ്റ്റ് അതിനകത്തുള്ളവരല്ല. ഇവരതിനകത്ത് ചെന്ന് അവർക്ക് താഴെയുള്ള പോസ്റ്റിലിരിക്കുന്ന ആൾക്കാരാണല്ലോ. എന്നിട്ട് ഞാനൊന്ന് ചോദ്യം ചെയ്യട്ടെ ദിലീപിനെ, എന്നിട്ട് പറഞ്ഞാൽ ദിലീപിനെ വിളിച്ചു വരുത്തിയിട്ട് അയാൾ ചോദ്യം ചെയ്തു. 11 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് വെളിയിൽ പറയുന്നത് ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ധരിപ്പിച്ചെന്ന് പറഞ്ഞു ദിലീപിന്റെ പേരിൽ എല്ലാ തെളിവുകളും വരുത്തി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറയാൻ ഇരിക്കുമോ? മുഖ്യമന്ത്രി അന്നേരം അങ്ങനെ അറസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ ദിലീപിനെ ജയിലിൽ കൊണ്ടിട്ടിട്ട് നമ്മുടെ ഇപ്പോഴത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ മത്സരിക്കുന്ന ശ്രീലേഖ IPS അവർ ഞാൻ നോക്കിയപ്പോൾ ദിലീപിനെ ഭക്ഷണമില്ല, ബാക്കിയുള്ള പോക്കറ്റുകാരന് കൊടുക്കുന്ന പരിഗണന പോലും കൊടുക്കാതെ ദിലീപ് അവിടെ കിടന്ന് മരിക്കത്തക്ക രീതിയിൽ ദിലീപിനെ അവിടെ ഇട്ടിരിക്കുന്നു. ആരാ അതിൻ്റെ പുറകിൽ? ദിലീപിനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ആരാണ് അതിൻ്റെ പുറകിൽ? അവരാണ് പിന്നെ അവിടുന്ന് അവർക്ക് അതിനുള്ള അധികാരം വെച്ചിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം റിപ്പോർട്ടർ ചാനൽ ഇന്നലെ വൈകിട്ട് വരെ നിൽക്കുകയാണ്. മൊട്ടാരുണ്ട പറച്ചിന് അതിജീവിതയ്ക്ക് നീതി കിട്ടുമോ? അയാൾ ഭഗവത്ഗീത തിരുത്തി ലോകത്ത് എന്തെല്ലാം ഇവന് തലയും മുട്ടയടിക്കും, ഇവിടെ തലമണ്ട അടിച്ച് കയറേണ്ട സമയമായി. സത്യം പറഞ്ഞാല് മാധ്യമ പ്രവർത്തന പ്രൊഫസറാ ഡോക്ടറാന്നൊക്കെ പറയും, ഇതിനെല്ലാം ഉള്ള രീതിയിൽ ഈ പറയുന്ന അധ്യാപകനാന്ന് പറയുന്നത് ആ മേഖലയ്ക്ക് നാണക്കേട്. ഡോക്ടറേറ്റ് കിട്ടിയെന്ന് പറഞ്ഞു, എങ്ങനെ കിട്ടിയെന്ന് അറിയത്തില്ല. ഭഗവത്ഗീത വിശകലനം ചെയ്യുമെന്ന് പറഞ്ഞു, എങ്ങനെ വിശകലനം ചെയ്യുമെന്ന് അറിയത്തില്ല. നേരത്തെ അറിയാമല്ലോ. ഇതേ രീതിയിൽ അങ്ങ് വന്നു ഒരു ഫ്രെയിം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്തും വിളിച്ചു പറയാമോ, എന്തും ചെയ്യാമോ? അല്ലെങ്കിൽ ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? പച്ചയ്ക്ക് ലോകത്തിന്റെ മുഖത്ത് നോക്കി അവരുടെ അജണ്ടകൾ പാസ്സാക്കുക, കള്ളത്തരങ്ങൾ പാസ്സാക്കുക, ഈ രീതിയിലേക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കുമ്പോൾ ഇയാൾ അതിജീവിതയുടെ ബന്ധുവാണ്. ഇയാൾ അതിജീവിയുടെ ബന്ധുവാണെങ്കിൽ ആണോന്നൊക്കെ പറയുന്നു. അതിജീവിതയുടെ ബന്ധുവാണോ? അല്ലെങ്കിൽ ഈ അതിജീവിതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ദിലീപിനെ തീർക്കുന്നതിന് വേണ്ടി വല്ല കാശ് മേടിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറ്റക്കാരനൊക്കെ ഇപ്പൊ തന്നെ ഇനിയിപ്പോ നാളെ കോടതി കിടക്കണ്ട, നാളെ ജഡ്ജിയായ ഇയാൾ ദിലീപിനെ തൂക്കിക്കൊല്ലും. അല്ല, കോടതിക്ക് നാളെ തൊട്ട് കിടക്കണ്ട. കോടതി ഇതുവരെ വിധിച്ച വിധിയല്ല ഈ ഒരു വിഷയത്തോടു കൂടി കോടതി എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള വിധിക്കുന്ന, അതല്ല അന്യായമായിട്ട് വിധിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ന് ദിലീപിനെ വെറുതെ വിട്ട് തെളിവുകളില്ലാതെ അന്ന് തൊട്ടേ അറിയാവുന്നവരെല്ലാം പറഞ്ഞു ദിലീപിന്റെ പേരിൽ എന്തോ തെളിവ്. എന്തിയപ്പോ ഇത് വളരെ പ്ലാന്റാന്ന് പറയുന്നത് വേറെ കാര്യമുണ്ട്. ഇതിനകത്തൊന്നും അന്ന് റെക്കോർഡ് ചെയ്ത സാധനം അന്നേ പോയി. ഇത്രയും വലിയ അന്വേഷണ കമ്മീഷൻ ഇത്രയും വലിയ ദീർഘമായിട്ട് അന്വേഷിച്ചു, അല്ലെങ്കിൽ കോടതിയിലായാലും പോലീസ് സ്റ്റേഷൻ എന്തി ഈ പ്രധാനപ്പെട്ട തെളിവ് അന്നേ ഇല്ല. മൊബൈൽ എന്തി അത് ഈ അതിജീവിതരെ അല്ലെങ്കിൽ അവിടുത്തെ ചോദിച്ചപ്പോൾ അവർക്ക് അതിനെപ്പറ്റി യാതൊരു പ്രശ്നവുമില്ല. മൊബൈലും ഈ റെക്കോർഡ് ചെയ്ത സാധനവും പ്രധാനപ്പെട്ട തെളിവില്ല. പിന്നെ ഇങ്ങനെ ശിക്ഷിക്കും. അതും പോയിട്ട് ബലാത്സംഗം ചെയ്തെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ആക്രമിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ 24 മണിക്കൂറിനകത്ത് നമ്മൾ ദേഹപരിശോധന നടത്തണം. പക്ഷെ ഇവരുടെ കാര്യത്തിൽ അത് നടന്നിട്ടില്ല. 24 മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ ദേഹപരിശോധന നടന്നതെന്നാണ് പറയുന്നത്. അതിലും ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ ഇത് അറിഞ്ഞുകൊണ്ട് ദിലീപിനെ കുടുക്കണം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി. ഇപ്പൊ പലരും ചോദിച്ചുകൊണ്ട് വരുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, പൾസർ സുനിപ്പിനെ സ്വന്തമായി അങ്ങ് തീരുമാനിച്ചോ അതിജീവിതയെ അങ്ങ് പീഡിപ്പിക്കാമെന്ന്? ആ പൾസർ സുനിക്ക് ആരും കൊട്ടേഷൻ കൊടുക്കാതെ പൾസർ സുനി സ്വന്തമായി അങ്ങ് വാഹനത്തിക്ക് പൾസർ സുനി സ്വന്തമായിട്ട് തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇതിന് വേറെ വേർഷൻ വരുന്നുണ്ടായിരുന്നു. പൾസർ സുനിയുടെ ഓഡിയോ അല്ലെങ്കിൽ ആ വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പൾസർ സുനിയും ഈ പറയുന്ന അതിജീവിതയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെക്കോർഡിംഗ് നടന്ന രീതിയിലേക്ക് നിക്കി ശരി അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു ഓഡിയോ സന്ദേശം വന്നായിട്ട്, അല്ലെങ്കിൽ ഇത് വളരെ ഈ വിഷയം തന്നെ വളരെ പ്ലാൻഡായിട്ട് ചെയ്തതാണോ എന്നുള്ള രീതിയിലേക്കുള്ള സംശയം വന്നിട്ടുണ്ട്. അതായത് നമ്മളീ പറയുന്നത് പോലെ ഇയാളെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി, ഈ വ്യവസായത്തിൽ നിന്ന് ഇയാളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പല മേഖലയാണല്ലോ അവരുടെ കയ്യിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ, അല്ലെങ്കിൽ ആരായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 24 മണിക്കൂർ മാത്രം ഒരു വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളിടത്ത് 8 കൊല്ലം ലൈവായിട്ട് ഒരു വാർത്ത നിർത്തിക്കൊണ്ട് പോകാൻ ചാനലുകൾ തയ്യാറാകുമ്പോൾ മറ്റ് വാർത്തകളെയൊക്കെ മറച്ചു പിടിച്ച് ഇന്നലെ വൈകിട്ടോട്ട് തുടങ്ങിയില്ല വിധി എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിന്റെ മറ്റേ ഗർഭമായതുകൊണ്ട് കുറച്ച് ദിവസം നീക്കി ഇന്നലെ പിന്നെ ഇന്നലെ ഫുള്ളെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനകത്ത് കോടതി ഇപ്പം ഇതുപോലെ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നത് ജനം ആഗ്രഹിക്കുന്ന മാധ്യമം പറയുന്നതൊക്കെ രീതി. അപ്പോൾ അതേ രീതിയിലേക്കുള്ള ഒരു കോടതി വിധി വന്നില്ലെങ്കിൽ അത് ജഡ്ജിയെയും അല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനത്തെയൊക്കെ ബാധിക്കുമെന്ന് വിചാരിക്കുന്ന ചില ജഡ്ജിമാരെങ്കിലും ഉണ്ട്. എല്ലാവരും ഒന്നും വിചാരിക്കത്തില്ല ന്യായവും നീതിയും തെളിവനുസരിച്ചാണ് വിധിക്കുന്നത്. അതിനുവേണ്ടി ഈ ഹണി വർഗീസ് എന്ന് പറയുന്ന ജഡ്ജിക്ക് CPM-ന്റെ സെക്രട്ടറിയുടെ മകൾ എന്തോ ആണ് അവര് ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിൽ ഈ DGP എന്ന് പറയുന്ന സ്ത്രീ ആക്കിയത് അവരെ എന്നാണ് പറയുന്നത്.
ആ ജഡ്ജിയെ. കാരണം അവരെ ഒരു തരത്തിലും അവർക്ക് മനസ്സമാധാനം കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്നിട്ടും അവർ സത്യത്തിനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് ഇന്ത്യയിലെ ജഡ്ജിമാർ എന്നുള്ളത് ഇനിയെങ്കിലും ഇവരൊക്കെ മനസ്സിലാക്കേണ്ടത്. അവര് സ്ത്രീയല്ലേ, പരിശോധിക്കുമ്പോൾ മനസ്സിലാവാതിരിക്കുന്നില്ല. മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം വളരെ പ്ലാൻഡായിട്ട് കൃത്യമായിട്ട്. അതുപോലെ ഈ പറയുന്ന സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിൽ നേരത്തെ നമ്മുടെ തിരുവനന്തപുരത്ത് എല്ലാവരും അന്ന് കുറ്റപ്പെടുത്തി ഒരു സ്വാമിയുടെ ലിംഗം കണ്ടിട്ടുണ്ടല്ലോ. ഇവരുടെ കസ്റ്റഡിയിൽ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആശ്രമത്തിന്റെ 16 സെന്റ് സ്ഥലം ഇരുന്നു. ആ സ്ഥലത്തിനകത്ത് ആ സ്ഥലം വിട്ടുകൊടുക്കണം, കയ്യേറി. ഇവർക്ക് വലിയ മാഫിയ ഗുണ്ട പോലീസ്, പിന്നെ ഏറ്റവും വലിയ മാഫിയ ബന്ധമുള്ള പോലീസ് ഉദ്യോഗസ്ഥ എന്നാണ് അറിയപ്പെടുന്നത്. കൈക്കൂലിയുടെ അങ്ങേയറ്റമാണെന്നാണ് പറയുന്നത്, ആയിരുന്നെന്നാണ് പറയുന്നത്. ഇവരെ ഈ അന്ന് ആ സ്വാമിയുടെ വിഷയം ഒരു ലിംഗം കണ്ടിച്ചില്ല, ഒരു ഇവരുടെ ആ ലിംഗം കണ്ടിച്ചവൻ ഇവരുടെ ഡ്രൈവറായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവനായിരുന്നു. ഇപ്പൊ ആ സ്വാമിയുടെ ആശ്രിതരായിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടല്ലോ. അപ്പം ഇവർ പ്രധാനമായിട്ടും ആ കേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇയാൾക്ക് ജ്യൂസിനകത്തങ്ങാണ്ട് ഇത് കൊടുത്തിട്ട് ലിംഗം കണ്ടിച്ചിട്ട് ഇയാളെ ആശുപത്രിയിൽ എത്തിക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അവിടെ പോലീസ് എല്ലാം തയ്യാറായി നിൽക്കുക. കാരണം ഒരു പോലീസ് വന്ന് അന്വേഷിച്ച ഒരു കേസ് കണ്ടുപിടിച്ചല്ല പോലീസ്, എന്ന് വെച്ചാൽ നേരത്തെ പ്ലാൻ ചെയ്ത് പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടി. അപ്പം അന്ന് പിന്നെ കുട്ടി തന്നെ വെളിയിൽ പറഞ്ഞു ഇതുപോലെ ഇത് പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു, ഓപ്പറേഷൻ ആയിരുന്നു. ആ സ്വാമി വന്ന് പറഞ്ഞു ഈ വസ്തുവിന്റെ വിഷയം DGP വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ സമരം കിടക്കാൻ പോകുന്നു, അതിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടും, അതിനയാളെ ട്രാപ്പ് ചെയ്താ. അപ്പോൾ ഇതുപോലെ ഈ പറയുന്ന പോലെ കോടാനുകോടി രൂപയുടെ ഇടപാടുകൾ നടക്കുന്ന, ഇതിന് ഇവർ കോടിക്കണക്കിന് രൂപ മേടിച്ചെന്നാണ് പറയുന്നത്. ഇവരെ മഞ്ജുവാരുടെ ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം തൊട്ടേ ഈ പറയുന്ന കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി ഇതിന്റെ പുറകിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കോടിക്കണക്കിന് രൂപയുടെ മാഫിയകൾ, ഈ പറയുന്ന ചാനലുകൾ, ഇതിനകത്ത് വരുന്ന ഈ മൊട്ടേറിന് ഈ ഗ്യാങ്ങിനകത്ത് വരുന്നതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. ന്യായോ നീതിയല്ല. പൾസർ സുനി ചെയ്തിട്ടുണ്ടെങ്കിൽ പൾസർ സുനി അനുഭവിക്കട്ടെ. വത്സർ സുനിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങൾ ഇതേപോലുള്ള കാര്യങ്ങൾ ഇതിനു മുമ്പ് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കറിയാം ചെയ്തിട്ടുണ്ട്. അയാൾ ക്രിമിനലാണ്, അയാളെ സഹായിക്കാൻ ആളുണ്ട്. അതുകൊണ്ട് അയാൾക്ക് ഇവരോടും തോന്നി ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. അതിനകത്ത് ആരെ വെക്കണം, ആരെ തീർക്കണം, ഒരുത്തനെ ഇടട്ട് കൊടുക്കണം, അതിന് ദിലീപിനെ ഇട്ട് കൊടുത്തു. ഇതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞത് ദിലീപ് ഇതിനകത്ത് പ്ലാൻഡായിട്ട് ഈ വിഷയത്തിൽ ഈ ഓപ്പറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ദിലീപിന് യാതൊരു കാരണവശാലും നേരെ ചെന്ന് പോലീസിന് മുമ്പിൽ കയറി കൊടുക്കത്തില്ല. ദിലീപ് ഇതുപോലെ എന്നെ പോലീസ് വിളിക്കുന്നു, എനിക്ക് ഒരു മുൻകൂർ ജാമ്യം വേണം എന്ന് പറഞ്ഞാൽ ദിലീപിന് അന്ന് കിട്ടും. കാരണം ഒരു ജഡ്ജിയും ഒരു കോടതിയും ഇത്രയും സുതാര്യമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. അപ്പൊ ദിലീപ് ഒന്ന് കയറി കൊടുത്ത് അയാൾക്ക് അതിനകത്തൊരു പങ്കുമില്ല, അയാൾക്കൊന്നും മറയ്ക്കാനോ ഒളിക്കാനോ ഇല്ല. പിന്നെ മാത്രമല്ല നേരത്തെ പറയുന്നത് അതിജീവിതം ഇന്നലെ പറഞ്ഞു എന്തെന്ന് പറയും, എൻ്റെ അടുത്ത് പറഞ്ഞു നീ സിനിമയ്ക്കകത്ത് ഒരുപക്ഷെ ഞാനായാലും തന്നെ അടുത്ത് പറയത്തില്ല, ഞാൻ സിനിമയുടെ ആളായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇതുണ്ട്, നീ ഇനി ഒരു സിനിമയിൽ അഭിനയിക്കത്തില്ല, നീ എൻ്റെ കുടുംബം തകർത്തില്ലേ. അത് നമ്മൾ ഓറലി ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ പറഞ്ഞു അതിന് ഇതാണ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാചകമൊക്കെ വെച്ചിട്ട് ഇന്നലെ വലിയ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ ദിലീപ് ഇവിടെ ഇറങ്ങിയതിന് ശേഷം പ്രതികാരം ഒന്നും ചെയ്യില്ല, അദ്ദേഹത്തിന് ആരോടും ദേഷ്യ വൈരാഗ്യമൊന്നും ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ മൊട്ടയ്ക്കൊരു നടുവിരൽ നമസ്കാരമെങ്കിലും മൊട്ടയ്ക്ക് നടുവിരൽ നമസ്കാരം ദിലീപ് മാത്രമല്ല നാട്ടുകാരെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇതിന് മാത്രമല്ല പുള്ളിക്ക് നിരന്തരം കിട്ടിക്കൊണ്ടിരിക്കുന്ന, പുള്ളിക്ക് കിട്ടുന്ന വാരദോഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ നടുവിടൽ നമസ്കാരം. പിന്നെ ആരേലൊക്കെ ഇനി വേറെ എല്ലാത്തിനൊക്കെ എന്തെങ്കിലും കാണിക്കുന്നുണ്ട്. അയാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അയാൾക്ക് നാറുന്നതും മണക്കുന്നതും അറിയത്തില്ല. അയാൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഈ ചാനലിന്റെ മുമ്പിൽ കിടന്ന് നമ്മൾ ഈ അമേദ്യം വാരി ദേഹത്ത് തൂക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ കിടന്ന് തുള്ളുക. ഇയാളെ എല്ലാവരും അറിയും. ഇയാൾ നേരത്തെ ഇലക്ഷൻ സമയത്ത് ഒരു കുതിരപ്പുറത്ത് നോക്കി പോകുന്നത് കണ്ടില്ലായിരുന്നു. ഇയാളെ അറിയുന്നില്ല. ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞവൻ ഇപ്പൊ എങ്ങനെ അറിയും? എല്ലാവരും അറിയും. എങ്ങനെയാ കാണുന്നത്? ഞാൻ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ നാട്ടുകാരറിയുന്നല്ല പ്രശ്നം, നാട്ടുകാരെങ്ങനെ അറിയുന്നു എന്നുള്ളതാണ് വിഷയം. ഇയാളെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇയാൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, ഇയാൾ പ്രൊഫസർ പണി നിർത്തിയിട്ട് ഈ പണി ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്, അതിനകത്ത് വേറെ എന്തെല്ലാം അജണ്ടയുണ്ട്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് വേണ്ടത് പണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ടാർഗറ്റ് ആയിട്ടുള്ള ഇയാൾ മറ്റ് പല ചാനലുകളിൽ ഇയാളുടെ ഇതിനകത്തൊന്നും നിൽക്കുന്നതിനകത്ത് ഇയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇയാൾ ഇതിനകത്ത് നിൽക്കുന്നത് കൊണ്ട് ഇതുപോലെ അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കക്ഷികളുണ്ടല്ലോ, അവർ ഈ ചില കാര്യത്തിൻ്റെയൊക്കെ മാധ്യമം അവരുടെ കസ്റ്റഡിയിലാക്കിയതും അല്ലെങ്കിൽ ഈ മാധ്യമം ഇങ്ങനെ അവരുടെ കസ്റ്റഡിയിൽ വെച്ചേക്കുന്നതിനകത്തും അവർക്ക് ചെറിയ അജണ്ടകളുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും മറ്റത് മറിച്ചതിനെ പറ്റിയൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് യോഗ്യമായിട്ടുള്ള ഒരാൾ വളരെ കൃത്യമായിട്ട് കാര്യം പറയാൻ അറിയാം, കൃത്യമായിട്ട് അവതരിപ്പിക്കാൻ അറിയാം, ആൾക്കാർക്ക് ശ്രദ്ധിക്കുന്ന രീതിയിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള വാക്ചാതുര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട്
ഈ പറയുന്ന പോലെ നേരത്തെ ഇതേ റിപ്പോർട്ടറാണല്ലോ ഞാൻ പറയുന്നില്ല ടി പി ചന്ദ്രശേഖരന്റെ വധത്തിന് അത് ശരിയോ തെറ്റോ ഒന്നും ഞാൻ പറയുന്നത്, അത് ഞാൻ വിധിക്കുന്നില്ല. ജനത്തിന് ശരിയാണോ തെറ്റാണോ അതിനകത്ത് അത്. പക്ഷെ അത് ലൈവായിട്ട് നിർത്താൻ ഒരു മാധ്യമം ഒരു മാസം ശ്രമിച്ചത്, അല്ലെങ്കിൽ കൃത്യമായിട്ട് വേറെ ഏത് വാർത്ത വന്നതൊക്കെ അതിന്റെ പുറകെ ഒറ്റ മാസം അന്നത്തെ മാധ്യമ റിപ്പോർട്ടർ. അന്ന് റിപ്പോർട്ടറിന്റെ കടവ് എത്ര ഉണ്ടായിരുന്നു, ഈ ഒരു മാസം കഴിഞ്ഞപ്പോൾ കടവൂടെ പോയെന്നൊക്കെയുള്ള ചോദ്യം പിന്നെ വന്നു. അപ്പൊ ഇതെല്ലാം വാർത്തയൊന്നുമല്ല, അജണ്ടയുടെ ഭാഗമാണ്, സമ്പത്തിന്റെ പുറകെയാണ്, യാഥാർത്ഥ്യം ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചാണ്. ആദ്യം തൊട്ട് അവസാനം വരെ ഈ കേസ് ഈ പറഞ്ഞ സന്ധ്യ തൊട്ട് ഈ പറഞ്ഞ ഇന്ന് ഈ വിധി വരുന്നതിന്റെ നിമിഷം വരെ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് ദിലീപിനെ എങ്ങനെ തീർക്കാൻ എന്തെല്ലാം കാരണങ്ങൾ കാര്യങ്ങൾ ആരൊക്കെ ഉണ്ട് അവരുടെ എല്ലാം പുറകിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു, അതിൻ്റെ പുറകിൽ ഒരു കൃത്യമായ മാഫിയ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കണം. മാഫിയ എന്ന് പറയുന്നത് കാരണം സിനിമാ മേഖല ആയതുകൊണ്ടാണ്. ഇതൊരു വലിയ കുത്തകകളുടെ കയ്യിലാണ്. ദിലീപിന്റെ കയ്യിൽ നിന്ന് അത് തട്ടിയെടുക്കണം, അത് മാറ്റണം, അതിന്റെ ഒരു ശ്രമമായിരുന്നു അന്ന് ദിലീപ് ഈ കേസിന്റെ പൾസർ സുനി അകത്ത് കിടന്നറിയാവോ? ദിലീപിന് അന്ന് ജാമ്യം കിട്ടിയതാ. ദിലീപ് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും ഭാഗ്യത്തിന് വേണ്ടി ജാമ്യം കിട്ടുക, അല്ലെങ്കിൽ ഈ കേസിനകത്ത് അകത്ത് പോയ ഒരാൾക്കും ജാമ്യം കിട്ടത്തില്ല. അതോടുകൂടി തന്നെ കരിയർ അടയ്ക്കാൻ പറ്റിയേനെ. അതുകൊണ്ട് അത്രയ്ക്ക് പ്ലാൻഡ് ആയിരുന്നു ആ കേസ്. പക്ഷെ ദിലീപിന്റെ ഭാഗ്യം കൊണ്ട് എവിടെയൊക്കെയോ നമ്മൾ ഈ പറയത്തില്ല എന്തൊക്കെയോ സത്യമുണ്ട്, ആ സത്യത്തിന്റെ ഇത് വെച്ചിട്ട് ദിലീപിന് അന്നും ജാമ്യം കിട്ടി. ഇപ്പം ദിലീപിനെ വെറുതെ വിടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ഏതായാലും മൊത്തം ദിലീപിന്റെ വക ഒരു നടുവിൽ നമസ്കാരം തന്നെ അദ്ദേഹം എത്ര ഇല്ലെങ്കിലും കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൂടെ പറത്തിയാണ്, വീടിനകത്തൂടെ പറത്തി ഇദ്ദേഹത്തിന് മുഖമൊക്കെ എടുത്താൻ ശ്രമിച്ചു. അത്രയും വലിയ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചവർക്ക് അദ്ദേഹം ഒരു നടുവിന് നമസ്കാരം കൊടുത്താണ്. നമ്മൾ ഈ പറയുന്നത് വെളിയിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഫോണിലൊക്കെ വിളിച്ചിട്ട് നല്ല ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരിക്കും. എന്തായാലും കൊടുക്കാതിരിക്കുന്നില്ല. ദിലീപ് ഹാസ്യമായിട്ടാണെങ്കിലും കാര്യങ്ങൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ്. പിന്നെ അയാളെ പറ്റി അറിയാവുന്ന ഒരാളും, ഞാൻ വലിയ ആളൊന്നും അല്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആ ദിലീപിനെ പറ്റി അറിയാവുന്ന ഒരാളും എൻ്റെ അടുത്ത് പറഞ്ഞില്ല ദിലീപ് അത് ചെയ്യുക. അതാണ് ദിലീപ്. കാരണം ദിലീപ് ഒന്നും പരസ്യമായിട്ടല്ല, പല നല്ല കാര്യങ്ങളും രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു വലിയ മനുഷ്യനാണ്. അതേപ്പറ്റി ദീർഘമായിട്ട് പഠിക്കാൻ മനസ്സിലാവും. പിന്നെ അയാളുടെ കയ്യിൽ വ്യവസായം എന്നത് അയാളുടെ കഴിവ് കൊണ്ടോ അയാളുടെ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ അയാൾ അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ടോ ഒക്കെ ആയിരിക്കും. അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ഈ പന്ന മാർഗം അല്ലെങ്കിൽ ഈ മോശമായ മാർഗം. പിന്നെ ഇതിനകത്ത് വേറെ ചില കഥകളുണ്ട്, അത് നമുക്ക് അടുത്ത് പറയാം. നമുക്ക് ഇനിയുണ്ട് ഇതിലെ വിഷയങ്ങൾ.